ഹായ്, നിങ്ങൾ ആമസോൺ അലക്സ അല്ലെങ്കിൽ ആപ്പിൾ സിരിയൊക്കെ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെ ഉത്തരം പറയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ യൂട്യൂബിലെ റെക്കമെൻഡഡ് വീഡിയോസ് എങ്ങനെ വർക്കാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുമല്ല, നമ്മൾ ഈ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് അത് റിലേറ്റഡ് ഉള്ള സജഷൻസ് ഇമെയിൽ വരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ സാധ്യമാകുന്നത് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആകാം എന്നുള്ളതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് മെഷീൻ ലേണിംഗ് പഠിച്ചുകൊണ്ടുള്ള സ്കോപ്പ് എന്താണ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്തൊക്കെ പഠിക്കണം, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിന് ഫ്രഷർ എത്ര സാലറി കിട്ടും, ഒരു കരിയർ ട്രാജക്ടറി എന്താണ്, ഏതൊക്കെ കമ്പനീസാണ് ഒരു ഹയർ ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മുടെ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രോഗ്രാമിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ടെക്നോളജി തുടങ്ങിയ വീഡിയോയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിന്റെ മിഷൻ തന്നെ കരിയർ ഗ്യാപ്പ് എന്നവർക്കും ഫ്രഷർ ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിനും ഇൻഡസ്ട്രി 11 പ്രൊജക്ട്സിലൂടെ ട്രെയിനിങ് നൽകിക്കൊണ്ട് അവർക്ക് MNCയിൽ ജോബ് നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 3 വർഷം എഡ്യൂ ലേണിംഗിന് 87% പ്ലേസ്മെന്റ് ഹിസ്റ്ററി കരസ്ഥമാക്കാൻ കഴിയുന്നത്. അത് ഇൻഡസ്ട്രിയുള്ള വേറെ ഏതൊരു ഫേമിനെക്കാട്ടി വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലൂടെ 1200ഓളം കാൻഡിഡേറ്റ്സിന് ഒരു പ്ലേസ്മെന്റ് നൽകാൻ കഴിഞ്ഞു. സോ നിങ്ങളും അങ്ങനെ ഒരു IT കരിയർ നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കണക്ട് വിത്ത് 9747462123. So once again, I'm Sahir. Welcome to the new video of Edu Learning. സോ ആദ്യമായിട്ട് എന്താണ് മെഷീൻ ലേണിംഗ്? മെഷീൻ ലേണിംഗ് 2 വാക്കുകൾ ചേർന്നതാണ് മെഷീനെ പഠിപ്പിക്കുക. ഒരു ഹ്യൂമൻ ബീങ് പുതിയ കാര്യം എങ്ങനെയാണോ പഠിക്കുന്നത്, അതുപോലെ മെഷീനെ അൽഗോരിതംസിന്റെ സഹായത്തോടുകൂടി ഡേറ്റ ഇന്റർപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പാറ്റേൺസും ഒക്കെ കണ്ടുപിടിച്ച് മെഷീനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് മെഷീൻ ലേണിംഗ് കൊണ്ട് ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോഴുള്ള ഫേസ് റെക്കഗ്നീഷൻ, യൂട്യൂബിലെ വീഡിയോ കാണുമ്പോൾ റെക്കമെൻഡഡ് വീഡിയോസ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഫീഡ്സ്, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ആഡ്സ് കാണുന്നത്, ഇതൊക്കെ മെഷീൻ ലേണിംഗിന്റെ വളരെ ചുരുക്കം എക്സാമ്പിൾസ് ആണ്. മെഷീൻ ലേണിംഗിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാ ഇൻഡസ്ട്രിയിലും കാണാൻ കഴിയുന്നതാണ്. ഹെൽത്ത് കെയർ, ഫൈനാൻസ്, റീറ്റെയിൽ, സെയിൽസ്, ഇ-കൊമേഴ്സ്, HR തുടങ്ങിയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് ഇന്നും വളരെ ഇനിഷ്യൽ സ്റ്റേജസിലാണ്. ഈ ഒരു മേഖല വളർന്നു വരുന്നതിനനുസരിച്ച് എല്ലാം ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കും എന്നുള്ളതും അതിൽ പുതിയ പോസിബിലിറ്റീസും ഇന്നോവേഷൻസും കൊണ്ടുവരാം എന്നുള്ളതൊരു തർക്കമില്ല. 21ാം നൂറ്റാണ്ടിലെ ടെക്നോളജിക്കൽ റെവല്യൂഷൻ ചുക്കാൻ പിടിക്കുന്നത് പോലും മെഷീൻ ലേണിംഗ് ആയിരിക്കും എന്നുള്ളതാണ് പലരും പറയുന്നത്. നമ്മൾ മെഷീൻ ലേണിംഗ് എന്താണെന്ന് പഠിച്ചു. മെഷീൻ ലേണിംഗ് ഒരു പർട്ടിക്കുലർ ഡേറ്റയിൽ നിന്ന് മെഷീന് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അൽഗോരിതംസ് എഴുതുന്ന മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ് എന്ന് പറയാം. നമുക്ക് മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് അടുത്തതായിട്ട് നോക്കാം. ML എഞ്ചിനീയർ, മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ് ഡേറ്റാ സയൻസ് ടീമിൽ ഒരു ക്രിട്ടിക്കൽ റിസോഴ്സ് ആണ്. അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഡേറ്റ ഉപയോഗിച്ച് ബിസിനസ്സിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻസും സിസ്റ്റംസും ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ് മോഡൽസും അൽഗോരിതംസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതും പ്രഡിക്ഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതും. ട്രെയിനിങ് എന്ന പ്രോസസ്സിലൂടെയാണ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ് മെഷീനെ പഠിപ്പിക്കുന്നത്. മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ് ഒരു പർട്ടിക്കുലർ ഡേറ്റ കൊടുത്തിട്ട് അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണമെന്നും അതിൽ നിന്ന് പാറ്റേൺസ് അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യണമെന്നും ട്രെയിനിങ്ങിലൂടെയാണ് മെഷീൻസിന് പറഞ്ഞു കൊടുക്കുന്നത്. ഒൺസ് നമ്മൾ കൊടുത്ത ഡേറ്റയിലൂടെ സിസ്റ്റം ഡിസൈഡ് ഔട്ട്പുട്ട് കൊണ്ടുവന്നാൽ അതിന്റെ അക്യുറസി ഇവാലുവേറ്റ് ചെയ്യും, അതിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സിന്റെ വേറെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സിന്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പറയുന്നത് 2032 വരെ IT അല്ലെങ്കിൽ IT എനേബിൾഡ് സർവീസസ് 27% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് രേഖപ്പെടുത്തുന്നതാണ്. ഇത് ബാക്കി മേഖലകളിലൊക്കെ ഇതിന്റെ 1/3 മാത്രം, അതിൽ 6 മുതൽ 8% മാത്രമേ ഗ്രോത്ത് ഉള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. ഈ IT മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ളതാണ് AI അല്ലെങ്കിൽ AI എനേബിൾഡ് സർവീസുകൾക്കും അതിന്റെ ഡൊമൈൻസിനും. 2023 ഇന്ത്യയുടെ കണക്ക് പറയുന്നത് മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ് ആണ് ലോകത്തിലെ ടോപ്പ് 10 ഗ്രോത്ത് ഓറിയന്റഡ് ജോബ് എന്നുള്ളത്. പാൻഡമിക്കിന് ശേഷം, ഇതിൽ പ്രധാനമായിട്ട് അവർ പറയുന്നത് പാൻഡമിക്കിന് ശേഷം റിപ്പീറ്റഡ് ടാസ്കിനെ ഓട്ടോമാറ്റിക്കായിട്ട് എൻഹാൻസ് ചെയ്യാനുള്ള റിക്വയർമെന്റ്സിന്റെ വർധനവാണ്. നമ്മൾ ഒരു ML എഞ്ചിനീയർ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നോക്കി. ആ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഡേറ്റ ക്ലീനിങ് ആൻഡ് പ്രീ പ്രോസസിംഗ് ആണ്. ഒരു ഡേറ്റാ സയൻസ് ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്തതിനു ശേഷം മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ് ഡേറ്റ ക്ലീൻ ചെയ്യുന്ന സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കും. ഈ ഒരു പ്രോസസ്സിൽ മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ്
മെഷീൻ ലേണിംഗ് മോഡൽ ട്രെയിൻ ചെയ്യാൻ തക്ക തരത്തിലുള്ള ഡേറ്റ എക്സ്ട്രാക്ഷനും ഡേറ്റ ട്രാൻസ്ഫർമേഷനും ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. രണ്ടാമത്തതാണ് മോഡൽ ഡെവലപ്മെൻറ്റ്. പിന്നെ എനിക്കൊന്ന് മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിൻ്റെ ഏറ്റവും പ്രധാന ജോലി എന്ന് പറയുന്നത് മോഡൽ ഡെവലപ്മെൻറ്റ് ആണ്. മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് അനുസൃതമായിട്ടുള്ള അൽഗോരിതം കണ്ടുപിടിക്കുക, അതിൻ്റെ പാരാമീറ്റേഴ്സ് ഫൈൻ ട്യൂൺ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. മൂന്നാമത്തത് ഫീച്ചർ എഞ്ചിനീയറിംഗ്. ഒരു മോഡലിൻ്റെ അക്യുറസി കൂടുന്ന തരത്തിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനാണ് ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നാലാമത്തതും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോസസ്സാണ് മോഡൽ ഡിപ്ലോയ്മെൻറ്റ്. ഒരിക്കലും ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ മോഡൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എഫക്റ്റീവ് ആണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ ഡിപ്ലോയ് ചെയ്യും. അതിനെയാണ് മോഡൽ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ അവൻ എന്തൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് IT അല്ലെങ്കിൽ CS മേഖലയിലെ ഒരു അഡ്വാൻസ് ജോബ് റോളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് ഈ ജോബ് റോൾ സജസ്റ്റ് ചെയ്തത്. ഈവൻ ദോ കമ്പനീസ് ഗ്രാജുവേഷൻ ഇല്ലാത്തവരെ ഹയർ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഗ്രാജുവേഷൻ മാൻഡേറ്ററി ആയിട്ട് വേണമെന്നുള്ളതാണ്. ഈവൻ നിങ്ങൾക്ക് സപ്ലൈ ഒക്കെ ഉണ്ട്, നിങ്ങൾ പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കൊരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഗ്രാജുവേഷനിൽ വേണം. രണ്ടാമതായിട്ട് പൈതൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം. പൈതൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ഫീൽഡ് ഏറ്റവും കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നതൊക്കെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പോരാത്തിന് മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ജോബ് റോൾസിൽ 95% കമ്പനീസ് ചോദിക്കുന്നത് പൈതൺ ആണ്. ഇതുകൂടെ 5% കമ്പനീസ് വേറെ ടൂൾസിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഡേറ്റ മാനിപ്പുലേഷൻ അനാലിസിസ് ആണ്. ഡേറ്റ മാനിപ്പുലേഷൻ അനാലിസിസ് ചെയ്യാനായിട്ട് ബേസിക്കലി എക്സലോ പവർ BI ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ പൈതൺ തന്നെ ലൈബ്രറീസായി NumPy, പാണ്ടാസ്, മാറ്റ്പ്ലോട്ലിബ്, സീബോൺ എന്നിവയിലേക്കുള്ള നോളജാണ്. നാലാമത് വേണ്ടതാണ് മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിലുള്ള നോളജ്. മെഷീൻ ലേണിംഗ് അൽഗോരിതം പഠിക്കാനായിട്ട് പൈതണിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ലൈബ്രറി ഉണ്ട്, സ്കൈക്കിലേൺ. ഇതിൻ്റെ അകത്ത് നിങ്ങൾ പ്രൊജക്റ്റായിട്ട് ചെയ്ത് തന്നെ പഠിക്കണം, പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു എൻട്രി ലെവൽ ജോബ് കിട്ടത്തുള്ളൂ. ബേസിക് ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് അൽഗോരിതം റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടി മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 94462123. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവൽ മെഷീൻ ലേണിംഗ് ജോബിന് നോക്കാം, അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പിന് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമും നിങ്ങളുടെ ലിങ്കിൻ പ്രൊഫൈലൊക്കെ ഈ ML ജോബ് റോളിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അത് വളരെ അത്യാവശ്യമാണ്. പലരും ഒരു ജനറിക് ആയിട്ടുള്ള റെസ്യൂം അല്ലെങ്കിൽ ജനറിക് ആയിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ജോബ് റോൾ കിട്ടത്തില്ല. സോ നിങ്ങൾക്ക് എങ്ങനെ ഒരു പർട്ടിക്കുലർ ജോബ് റോളിലേക്ക് വേണ്ടിയുള്ള റെസ്യൂമെ പ്രിപ്പറേഷൻസ്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എഡ്യൂ ലേണിങ്ങിൻ്റെ ഇൻറ്റേൺഷിപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്കൊരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ സാലറി എത്രയാണെന്ന് നോക്കാം. മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിൻ്റെ സാലറി ലൊക്കേഷനും എക്സ്പീരിയൻസും കമ്പനി ടു കമ്പനിയൊക്കെ വേരി ചെയ്യും. ഓൺ ആൻ ആവറേജ് എന്നിരുന്നാലും ഒരു ഫ്രഷറിന് 4.5 lakhs to 8.2 lakhs ആണ് ഇന്ത്യയിൽ സാലറി ലഭിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി ഏതൊക്കെ കമ്പനീസ് മെഷീൻ ലേണിംഗ് ഹയർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിഡ് റേഞ്ച് മുതൽ മൾട്ടിനാഷണൽ കമ്പനീസ് വരെ മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇത്ര സ്കിൽഡ് ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിൻ്റെ ഷോർട്ടേജിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫ്ലിപ്കാർട്ടും ആമസോണും TCSും വിപ്രോയും ഗൂഗിളും മൈക്രോസോഫ്റ്റും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും എല്ലാം മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ നോക്കുന്നുണ്ട്. അതിനെല്ലാം ഇന്ത്യയിൽ വേക്കൻസീസ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല പാക്കേജ് ഇവരൊക്കെ നൽകുന്നതാണ്. സോ നമുക്കൊരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ നിങ്ങൾക്ക് ജോബ് ലഭിച്ചു കഴിഞ്ഞാൽ കരിയർ ട്രാജക്ടറി എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു മെഷീൻ ലേണിംഗ് ഇൻ്റേണെന്നോ അല്ലെങ്കിൽ ജൂനിയർ മെഷീൻ ലേണിംഗ് എഞ്ചിനീയറെന്നോ ഒക്കെ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി 4.5 lakhs to 8.2 lakhs ആണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആയിട്ടായിരിക്കും ജോബിന് കയറുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു 8.2 lakhs to 16-17 lakhs ആയിരിക്കും നിങ്ങളുടെ സാലറി. പിന്നെയുള്ളത് സീനിയർ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആണ്. ഒരു 5 to 9 years എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് സീനിയർ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ജോബ് കിട്ടുന്നത്. ഒരു 18 to 35 lakhs ആയിരിക്കും ഈ ജോബ് റോളുള്ളവർക്ക് കിട്ടുന്ന സാലറി. ദെൻ ലീഡ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ് ആണ് അടുത്ത ജോബ് റോൾ. 10 വർഷത്തിന് പുറത്ത് എക്സ്പീരിയൻസുള്ള പ്രൊജക്ട് മാനേജർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ലീഡ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയറായിട്ട് കിട്ടുന്നത്. ഇവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. 28 lakhs to 45-50 lakhs ആണ് ഇവരുടെ സാലറി എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് മാനേജർ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഡയറക്ടർ എന്നാണ് ഏറ്റവും ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു എൻറ്റയർ മെഷീൻ ലേണിംഗ് ടീമിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ജോബ് റോൾ എന്ന് പറയുന്നത്. 45 lakhs to 95 lakhs on crore വരെയാണ് ഇവരുടെ സാലറി എന്ന് പറയുന്നത്. ഒരു 12+ years എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പൊതുവെ ഈ ജോബ് റോളിൽ ഞാൻ കണ്ടുവരാറുള്ളത്. ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോയ്ക്ക് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായ 3 കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് ആമസോണിൻ്റെ വൗച്ചർ നൽകുന്നതാണ്.